ഹലോ മൈ ഡിയേഴ്സ്, SSLC വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഗ്രാമർ പോർഷൻ ഇന്ന് നമ്മൾ വെറും കുറച്ച് സമയം കൊണ്ട് അത്രയും സ്മാർട്ടായിട്ട് പഠിക്കാൻ പോവാണ്. എല്ലാവരും റെഡിയല്ലേ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് നമുക്ക് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എഡിറ്റിംഗ്, അല്ലേ? വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ എഡിറ്റിംഗ് എന്ന് പറഞ്ഞ ഗ്രാമർ പോർഷൻ. നമുക്ക് അതിന്ന് എന്ത് ചെയ്യണം? വളരെ സിമ്പിളായിട്ട് പഠിച്ചെടുക്കണം. ആർ യു റെഡി? എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു വിശാലമായിട്ടുള്ളൊരു ഒരു ടോപ്പിക് തന്നെയാണ്, സംശയമൊന്നുമില്ല. നമ്മൾ ഗ്രാമർ പഠിച്ചു തുടങ്ങിയ അന്ന് മുതലുള്ള എല്ലാ കാര്യങ്ങളും, നമ്മൾ 10th വരെ പഠിച്ച എല്ലാ കാര്യങ്ങളും ഈ എഡിറ്റിംഗിൽ വരാറുണ്ട്. അതിൽ വരാൻ സാധ്യതയുള്ളത് എഡിറ്റിംഗ് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ട സംഭവങ്ങൾ. ചിലപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തരും, അത് നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ ടെൻസിൽ വല്ല മിസ്റ്റേക്സ് തരും. അതായത് ഒരു പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ തന്നിട്ടുള്ളതെങ്കിൽ, അല്ലെങ്കിൽ V2 ഫോമിലാണ് അവിടെയുള്ള ഏതെങ്കിലും ഒരു വേർബ് എങ്കിൽ അത് ചില ഭാഗത്ത് V1 ഫോമിലുള്ള വെർബോ അല്ലെങ്കിൽ ഓക്സിലറി വെർബോ ആക്കി അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറ്റിച്ച് തരും. അത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ പങ്ക്ച്വേഷൻസിൽ ചില വ്യത്യാസങ്ങളൊക്കെ തരും. അതായത് ക്വസ്റ്റ്യൻ മാർക്ക് ഇടേണ്ട അടുത്ത് ഫുൾ സ്റ്റോപ്പ് ഇടും, എക്സ്ക്ലമേറ്ററി ഇടേണ്ട അടുത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ തരും. അതാണ് പങ്ക്ച്വേഷനിൽ വരുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ എഡിറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരാറുള്ളത്. പിന്നെ ഉള്ളത് വേർഡ് ഓർഡർ തെറ്റിച്ചിട്ട് നമുക്ക് തരും, പാറ്റേൺ തെറ്റിച്ച് തരും. സെൻറ്റൻസിൻ്റെ SVO പാറ്റേൺ പോലുള്ള പാറ്റേൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് തരാറുണ്ട്. അടുത്ത് നമുക്ക് തെറ്റിച്ച് തരാറുള്ള ആർട്ടിക്കിൾസ് തെറ്റിച്ച് തരും. എഴുതേണ്ടടുത്ത് ഏൻ എഴുതിയിട്ടും ദാ എഴുതി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മിസ്റ്റേക്സ് തരാറുണ്ട്. പിന്നെ കോൺകേർഡ് റിലേറ്റീവ് പ്രോനൗൺസ് നമുക്ക് പഠിക്കണം. ഓക്കെ, അടുത്തത് പ്രിപ്പോസിഷൻസിലും ചേഞ്ചസ് വരുത്തിയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് എന്ത് ചെയ്യണം, നമ്മളത് എഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇത്തരം കേസസ് ഒക്കെയാണ് എഡിറ്റിംഗിൽ പ്രധാനമായിട്ട് നമ്മൾ കാണാറുള്ളത്. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോരോ എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് എഡിറ്റിംഗ് സെറ്റ് ആക്കണം. ഫസ്റ്റ് നമുക്കൊരു പാസേജാണ് തരാം, അല്ലേ? ആ പാസേജ് ഏത് ടെൻസിലുള്ളതാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പാസേജ് ഏത് ടെൻസിൽ ഉള്ളതാണ് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ചറിയുക. എങ്ങനെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? 3 വഴികളുണ്ട്. ഫസ്റ്റ്, ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് എന്താണ്? സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് ഉണ്ടോ എന്ന് നോക്കുക. അതായത് സമയത്തെ സൂചിപ്പിക്കുന്ന വേർഡ്സ് എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ, ലാസ്റ്റ് വീക്ക്, ലാസ്റ്റ് മന്ത്, 1 വീക്ക് എഗോ ഇങ്ങനെയുള്ള വേർഡ്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് എഡിറ്റ് ചെയ്യാൻ തന്നിട്ടുള്ള പാസേജ് പാസ്റ്റ് ടെൻസിലാണെന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞു പോയതാണല്ലോ യെസ്റ്റർഡേ എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയതാണ്. ഓക്കെ, പിന്നെ നൗ ടുഡേ എന്നൊക്കെ പറയുമ്പോൾ നൗ ടുഡേ അതൊക്കെ എന്താ ഇപ്പോഴുള്ള സംഭവമാണ്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് കൊടുക്കാം? പ്രസന്റ് ടെൻസിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അടുത്തത് ഓക്സിലറി വേർബ്. അടുത്തത് നമ്മൾ എന്ത് ചെയ്യാനാണ്? പാസേജ് ഏത് ടെൻസിലാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഇങ്ങനെ ഒരു ചിലപ്പം ഡേറ്റും അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ നോക്കുക, ഓക്സിലറി വേർബ് നോക്കുക. തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഓക്സിലറി വേർബ് ഏതാണെന്ന് നോക്കുക. ആം, ഈസ്, ആർ, ഡു, ഡസ്, ഹാസ്, ഹാവ്, വിൽ, ഷാൾ, ക്യാൻ, മേ, മസ്റ്റ് ഇത്തരത്തിലുള്ള ഈ കാണുന്ന ഓക്സിലറി വേർബ് ഏതെങ്കിലും നമ്മൾക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അതൊരു പ്രസന്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അടുത്തത് അതല്ല എങ്കിൽ അതിന് പകരം ഈ പ്രസന്റ് ടെൻസ് അല്ലെങ്കിൽ വാസ്, വേർ, ഡിഡ്, ഹാഡ്, വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ് ഈ തന്നിട്ടുള്ള ഓക്സിലറി വേർബ് ഏതെങ്കിലും നമുക്ക് തന്ന സെൻറ്റൻസിൽ ഉണ്ടെങ്കിൽ, അതായത് എഡിറ്റ് ചെയ്യാൻ തന്ന പാസേജിൽ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക എന്ത്? അതൊരു പാസ്റ്റ് ടെൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എക്സാമ്പിൾ നോക്കൂ. ഹി ഈസ് പ്ലേയിങ്, അല്ലേ? ഹി ഈസ് പ്ലേയിങ്, അവന് കളിക്കുകയാണ് ഇപ്പോഴത്തെ സംഭവം. അപ്പോൾ നമുക്ക് ഈസ് എന്ന ഓക്സിലറി വെർബ് വന്നതുകൊണ്ട് നമ്മൾ എന്ത് മനസ്സിലാക്കും? ഈ സെൻറ്റൻസ് ഒരു പ്രസന്റ് ടെൻസ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഹി ഹാഡ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക്, അല്ലേ? ഹി ഹാഡ് എന്ന് പറഞ്ഞ ഓക്സിലറി വെർബാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഈ സെൻറ്റൻസ് ഒരു പാസ്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അടുത്തത് മൂന്നാമത്തെ ഒരു വഴി എന്ന് പറയുന്നത് തന്ന പാസേജ് പ്രസന്റ് ആണോ പാസ്റ്റ് ആണോ എന്നറിയാം അടുത്തൊരു വഴിയാണ് എന്ത്? മെയിൻ വെർബ് നോക്കുക. മെയിൻ വെർബ് നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. എങ്ങനെയാണ്? മെയിൻ വെർബിൽ, അതായത് ഓക്സിലറി വെർബ് അല്ലാണ്ട് മെയിൻ വെർബ് തന്നിട്ടുള്ള വെർബ് V1 ആണോ V2 ആണോ എന്ന് നോക്കാം. അതായത് തന്നിട്ടുള്ള സെൻറ്റൻസിൽ V1 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് പ്രസന്റ് ടെൻസിലാണെന്ന് മനസ്സിലാക്കാം. തന്നിട്ടുള്ള സെൻറ്റൻസിൽ V2 ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എന്ത്? ഇതൊരു പാസ്റ്റ് ടെൻസിലുള്ള ഒരു സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. എക്സാമ്പിൾ നോക്കൂ. തന്ന സെൻറ്റൻസിൽ പ്ലേ, വിസിറ്റ് അങ്ങനെയുള്ള വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വന്നിട്ടുള്ളതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം എന്ത്? ഇതൊരു പ്രസന്റ് ടെൻസ് ആണെന്ന് മനസ്സിലാക്കാം. അതല്ല ED ഫോം തന്നിട്ടുള്ളതാണെങ്കിൽ പ്ലേഡ്, വിസിറ്റഡ് അങ്ങനെയുള്ള പാസ്റ്റ് ഫോമാണ്, വെർബിൻ്റെ പാസ്റ്റ് ഫോമാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് സെൻറ്റൻസ് പാസ്റ്റ് ടെൻസ് ആണെന്നും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളിത് പെട്ടെന്ന് ഇതൊരു സെക്കൻഡോട് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. തന്ന സെൻറ്റൻസ് പാസ്റ്റ് ആണോ പ്രസന്റ് ആണോ നോക്കുക. അതാണ് ഫസ്റ്റത്തെ റൂൾ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നോക്കൂ, നമുക്ക് എങ്ങനെയൊക്കെയാണ് സെൻറ്റൻസിൽ തെറ്റ് കാണുന്നത് മനസ്സിലാക്കാം. നോക്കൂ, ഒരു എക്സാമ്പിൾ ആണ്. ഹി കോൾഡ് മീ ആൻഡ് ടോക്ക് അബൌട്ട് ഹിസ് മാരേജ്, അല്ലേ? എന്താണ് ഇവിടെ തന്നിട്ടുള്ള മെയിൻ വേർബ്? കോൾഡ്, V2 ഫോമിലാണ്. നെക്സ്റ്റ് തന്നിട്ടുള്ളൊരു വേർബ് നോക്കൂ, ടോക്ക്, അതെന്താ V1 ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു V2 ഫോമിലുള്ള ഒരു സെൻറ്റൻസിൽ V1 വന്നാൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു കറപ്ഷൻ ഉണ്ട്, ഇവിടെ ഇവിടെ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? കോൾഡ് ആയതുകൊണ്ട് V2 ഫോം വന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ടോക്ക്ഡ് അബൌട്ട് ഹിസ് മാരേജ് എന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്, അല്ലേ? അതാണ് അവിടുത്തെ എഡിറ്റിംഗ്. അടുത്തത് നോക്കൂ, ഐ വിൽ കം ടുമോറോ ആൻഡ് മെറ്റ് മൈ ഫ്രണ്ട്. കണ്ടോ, ഐ വിൽ കം ടുമോറോ, V1 ഫോമാണ് വന്നിട്ടുള്ളത്. അടുത്ത വെർബ് V2 കൊടുക്കുന്നത്. എന്താണ് നാളെ വരുള്ളൂ, പക്ഷേ എപ്പോഴോ കണ്ടുമുട്ടി എന്നുള്ള രീതിയിലാണ് ഇവിടെ ആൻഡ് മെറ്റ് മൈ ഫ്രണ്ട്സ്, അല്ലേ? നാളെ വരും പക്ഷേ എന്താണ്? മെറ്റ് മൈ ഫ്രണ്ട്സ്, എൻ്റെ ഫ്രണ്ട്സിനെ ഞാൻ കണ്ടുമുട്ടി, വന്നതിന് ശേഷമേ കാണാൻ പറ്റുള്ളൂ. നാളെ വരുന്ന ഒരാൾക്ക് ഇന്ന് തന്നെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ മിസ്റ്റേക്ക് ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ എന്താ കൊടുക്കാം? മീറ്റ് മൈ ഫ്രണ്ട് എന്നാണ് പറയേണ്ടത്, അല്ലേ? ഓക്കെ, അപ്പോൾ അതാണ് അവിടുത്തെ പ്രോബ്ലം, എഡിറ്റ് ചെയ്യാനുള്ള ഭാഗം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് എന്താണ്? ആർട്ടിക്കിൾസ് നമുക്ക് തെറ്റിച്ച് തരും. എങ്ങനെയൊക്കെയാണ് നോക്കൂ. എയും ആനും ദായുമാണല്ലോ നമ്മുടെ ആർട്ടിക്കിൾസ്, അല്ലേ? അപ്പോൾ എ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? എ ഇസ് യൂസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് സിംഗുലർ കൗണ്ടബിൾ നൗൺസിൻ്റെ മുന്നെയാണ്, അല്ലേ? സിംഗുലർ ആയിട്ടുള്ള കൗണ്ടബിൾ നൗൺസിൻ്റെ മുന്നെയാണ് നമ്മൾ എ എന്ന
എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ പെൻ അല്ലേ, ഒരു പെൻ എന്നുള്ളതിന് എന്താ പറയുക, വൺ പെൻ എന്നല്ല പറയുക. എയുടെ മീനിങ്ങും ഒരു എന്നുള്ള മീനിങ് ആണ് ഇവിടെ നമ്മൾ എ പെൻ, ഒരു പെൻ അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇഫ് എ നൗൺ സ്റ്റാർട്ട്സ് വിത്ത് എ കോൺസണൻറ്റ് സൗണ്ട് അല്ലേ, കോൺസണൻറ്റ് സൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നൗണിൻ്റെ മുന്നെയാണ് നമ്മൾ എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. കോൺസണൻറ്റ് സൗണ്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്കറിയാം അല്ലേ, എ ഇ ഐ ഒ യു എന്ന വവൽ സൗണ്ട്സ് അല്ലാത്ത ബാക്കി എല്ലാ സൗണ്ട്സിനെയും നമ്മൾ കോൺസണൻറ്റ് സൗണ്ട്സ് ആണെന്ന് പറയും അല്ലേ. ബി സി ഡി എഫ് ജി എച്ച് ജെ കെ എക്സെട്ര ഇതൊക്കെയാണ് എന്ത് കോൺസണൻറ്റ് സൗണ്ട്സ്. അപ്പോൾ കോൺസണൻറ്റ് സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന നൗണിൻ്റെ മുന്നേ നമ്മൾ എന്ത് കൊടുക്കണം, എ എന്ന ആർട്ടിക്കിൾ കൊടുക്കണം, ഒരു എന്ന മീനിങ് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, എ പെൻ, എ കാർ അങ്ങനെ. അപ്പോൾ ഒരു എന്ന അർത്ഥത്തിലാണ് എ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. സെയിം ആനും ഒരു എന്ന മീനിങ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ആൻ എപ്പോഴാണ് യൂസ് ചെയ്യുക, വവൽ സൗണ്ട് ആയിട്ടുള്ള എ ഇ ഐ ഒ യു, എ ഐ ഒ യുൻ്റെ മുന്നെയാണ് നമ്മൾ, എ ഐ ഒ യുൽ സ്റ്റാർട്ട് ചെയ്യുന്ന നൗണിൻ്റെ മുന്നെയാണ് നമ്മൾ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആൻ എഗ് അല്ലേ, എന്നുള്ള സൗണ്ടാണ് വന്നിട്ടുള്ളത്, ഒരു വവൽ സൗണ്ടാണ്. അപ്പോൾ ആൻ എഗ്, ആൻ ആപ്പിൾ, ആൻ ഇങ്ക് പോട്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്, വവൽ സൗണ്ട്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നെയാണ് നമ്മൾ ആൻ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സിറ്റി എന്ന ഒരു വേർഡിൻ്റെ മുന്നേ നമ്മൾ എ ആണോ ആൻ ആണോ യൂസ് ചെയ്യാം, എ ആണ് യൂസ് ചെയ്യുക. കാരണം എന്താണ്, എ യൂണിവേഴ്സിറ്റി എന്നാണ് നമ്മൾ പറയുക. കാരണം യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ യ എന്നുള്ള സൗണ്ടാണ് അവിടെ വരുന്നത്. യ എന്നുള്ള സൗണ്ട് എന്താണ്, ഒരു കോൺസണൻറ്റ് സൗണ്ടാണ്, വവൽ സൗണ്ട് അല്ല. വവൽ സൗണ്ട് ആണെങ്കിൽ അവിടെ ഉ ആവണം. നമ്മൾ യൂണിവേഴ്സിറ്റി എന്നല്ലല്ലോ പറയുന്നത്, നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ യു എന്നുള്ള സൗണ്ടാണ് നമ്മൾ നോക്കുന്നത്, വൈൻ്റെ സൗണ്ടാണ് അത്, എന്താണ് കോൺസണൻറ്റ് സൗണ്ടാണ്. സോ യൂണിവേഴ്സിറ്റിയുടെ മുന്നേ നമ്മൾ എ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് ദ എന്ന ആർട്ടിക്കിൾ നമ്മൾ എന്താണ്, സിംഗുലറിൻ്റെ കൂടെ, സിംഗുലർ നൗണിൻ്റെ കൂടെയും പ്ലൂരൽ നൗണിൻ്റെ കൂടെയും കൗണ്ടബിൾ അൺകൗണ്ടബിൾ നൗൺസിൻ്റെ ഒക്കെ കൂടെ നമുക്ക് ദ എന്ന എന്ത് യൂസ് ചെയ്യാം, ആർട്ടിക്കിൾ യൂസ് ചെയ്യാവുന്നതാണ്. എക്സാമ്പിൾ ദ മൂൺ, ദ വേൾഡ്, ദ സൺ, ദ അറ്റ്മോസ്ഫിയർ, ദ റെയിൻ, ദ സൗത്ത്, ദ വെസ്റ്റ്, ദ നോർത്ത്, അങ്ങനെ എല്ലാ കൗണ്ടബിൾ അൺകൗണ്ടബിൾ പ്ലൂരൽ സിംഗുലർ ഏത് നൗണിൻ്റെ കൂടെയും നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാം. ഓക്കെ, അടുത്തത് കോൺകേർഡ്, അതായത് സിംഗുലർ ആൻഡ് പ്ലൂരൽ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കൂ, അടുത്തൊരു മിസ്റ്റേക്ക് നമുക്ക് തരാറുണ്ട്. അതായത് സിംഗുലർ നൗണിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബ് ഉണ്ട്, പ്ലൂരൽ നൗണിൻ്റെ കൂടെ മാത്രം യൂസ് ചെയ്യേണ്ട ഓക്സിലറി വേർബ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ തെറ്റിച്ച് തരും. അതായത് സിംഗുലർ നൗണിൻ്റെ കൂടെ ഏത് ഓക്സിലറി വേർബ് മാത്രമേ പോകുള്ളൂ, വാസ്, ഈസ്, ഹാസ്, ഡസ്. അതായത് ലാസ്റ്റ് എസ് എന്ന് അവസാനിക്കുന്ന ഈ 4 ഓക്സിലറി വേർബ് മാത്രമാണ് സിംഗുലർ നൗണിൻ്റെ കൂടെ പോകുള്ളൂ. ഓക്കെ, വാസ്, ഈസ്, ഹാസ്, ഡസ്. ഹി എന്ന് പറയുന്നത് സിംഗിളാണ്, ഒരാളുള്ളൂ അല്ലേ. അപ്പോൾ ഹി എന്ന സിംഗുലർ നൗണിൻ്റെ കൂടെ ഈസ് മാത്രമേ പോകുള്ളൂ. ഓക്കെ, പിന്നെ ഷീ ഈസ്, രാഹുൽ ഹാസ്. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്താണ്, സിംഗുലർ നൗണിൻ്റെ കൂടെ എന്താണ് ഈ 4 ഓക്സിലറി വേർബ് മാത്രമേ പോവുള്ളൂ. അടുത്തതാണ് പ്ലൂരൽ നൗണിൻ്റെ കൂടെ ഈ 4 ഓക്സിലറി വേർബിന് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ്, ആറ്, വേർ, ഡു, ഹാവ്. ഈ 4 ഓക്സിലറി വേർബ് പ്ലൂരൽ നൗണിൻ്റെ കൂടെ മാത്രമേ പോകുള്ളൂ. ഓക്കെ, യൂസ് ചെയ്യാൻ പാടുള്ളൂ. ദേ വേർ ഗോയിങ്, അവർ, ദേ എന്ന് പറയുമ്പോൾ അവർ കുറേ പേരുണ്ട് അല്ലേ, അപ്പോൾ കൂടുതൽ ആൾക്കാരാണ്. അപ്പോൾ ഇവിടെ ഇത് പ്ലൂരൽ നൗണാണ്, പ്ലൂരൽ നൗണിൻ്റെ കൂടെ വേർ എന്ന ഓക്സിലറി വേർബ് യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇതിന് പകരം ദേ വാസ് എന്ന് നമുക്ക് തെറ്റിച്ച് തന്നാൽ ദേ വാസ് ഗോയിങ് എന്ന് പറഞ്ഞാൽ അവിടെ അതാണ് മിസ്റ്റേക്ക്. ഓക്കെ, വാസിന് പകരം വേറെ ആക്കി കൊടുക്കണം, അതാണ് അവിടുത്തെ എഡിറ്റിംഗ്. ഓക്കെ, നമ്മൾ മെയിൻ വേർബിന് V1 V2 ഫോം ഉള്ളതുപോലെ, അതായത് പ്രസൻറ്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഉള്ളതുപോലെ ഓക്സിലറി വേർബിനും ഉണ്ട് എന്ത്, V1 V2 ഫോമുകൾ. അതായത് ആം, ഈസ്, ആറ് ഇത് എന്താണ് V1 ഫോം ആണെങ്കിൽ ഇതിൻ്റെ V2 ഫോം എന്താണ്, വാസ്, വേർ. ഓക്കെ, ആം ആരുടെ കൂടെ മാത്രമേ പോകുള്ളൂ, ഐ എന്ന നൗണിൻ്റെ കൂടെ മാത്രമേ പോകുള്ളൂ അല്ലേ. ഓക്കെ, ഈസ്, ആം, ഈസ്, ആർ V1 ഫോം ആണെങ്കിൽ വാസ്, വേർ V2 ഫോമാണ്. ഡു, ഡസ് എന്നുള്ളത് V1 ആണെങ്കിൽ ഡിഡ് ആണ് V2 ഫോം. ഹാസ്, ഹാവ് V1 ഫോം, അതിൻ്റെ V2 ഫോം ഹാഡ്. വിൽ V1 ഫോം, ഷുഡ് V2, ഷാൾ V1, ഷുഡ് V2, ക്യാൻ V1, കുഡ് V2, മേ V1, മൈറ്റ് V2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓക്സിലറി വേർബിനും V1 V2 ഫോമുകളുണ്ട്. അടുത്തത് നോക്കൂ, ഹാഡ്, ഡിഡ്, വിൽ, വുഡ്, ഷുഡ്, കുഡ്, മേ, മൈറ്റ്. ഓക്കെ, ഈ പറയുന്ന ഓക്സിലറി വേർബ് സിംഗുലറിൻ്റെയും അതുപോലെ പ്ലൂരൽ നൗണിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. ഓക്കെ, സിംഗുലർ നൗണിൻ്റെ കൂടെയും പ്ലൂരൽ നൗണിൻ്റെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഓക്സിലറി വേർബുകളാണ് ഹാഡ്, ഡിഡ്, വിൽ, വുഡ്, ഷുഡ്, കുഡ്, മേ, മൈറ്റ് എന്നീ ഓക്സിലറി വേർബുകൾ സിംഗുലർ നൗണിൻ്റെ കൂടെയും പ്ലൂരൽ നൗണിൻ്റെ കൂടെയും യൂസ് ചെയ്യാം. എക്സാമ്പിൾ നോക്കൂ, ഇവിടെ 2 എഡിറ്റിംഗ് നോക്കൂ. വെജിറ്റബിൾസ് വാസ് സ്കാറ്റേഡ് ഫ്രം വാരണാസി. ഇവിടെ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് പ്ലൂരൽ നൗണാണ്, ES ഫോം വന്നിട്ടുള്ളത്, പച്ചക്കറികൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്ലൂരൽ നൗണിൻ്റെ കൂടെ വാസ് വരാൻ പാടില്ല എന്ന് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. അവിടെ എന്താ വരുള്ളൂ, വാസിന് പകരം വേർ ആണ് വരുള്ളൂ. കാരണം എന്താണ്, വാസ് സിംഗുലർ നൗണിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക, വേർ ആണ് പ്ലൂരൽ നൗണിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ്, വാസ് മാറ്റിയിട്ട് നമ്മൾ അവിടെ എഡിറ്റ് ചെയ്തിട്ട് എഴുതണം വെജിറ്റബിൾസ് വേർ സ്കാറ്റേഡ് ഫ്രം വാരണാസി. ഓക്കെ, അടുത്തത് ഹി ഹാവ് കംപ്ലീറ്റഡ് ഹിസ് ഹോംവർക്ക്. ഹി എന്ന് പറയുന്നത് സിംഗുലർ നൗണാണ്. സിംഗുലർ നൗണിൻ്റെ കൂടെ ഒരിക്കലും ഹാവ് എന്ന ഓക്സിലറി വേർബ് പോവില്ല. ഹാവ് പ്ലൂരൽ നൗണിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുക. അപ്പോൾ സിംഗുലർ നൗണായ ഹീൻ്റെ കൂടെ നമ്മൾ ഹാവിന് പകരം ഹാസ് യൂസ് ചെയ്യണം. ഇവിടെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ഹാവ് വിട്ടിട്ട് ഹാവ് മാറ്റിയിട്ട് ഹാസ് ആക്കി കൊടുക്കണം. ഇങ്ങനെയാണ് നമുക്ക് തരുന്ന ഓരോ എഡിറ്റിങ്ങും നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റി എഴുതേണ്ടതായിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ
ഓക്സിലറി വെർബിൽ തന്നെ 2 വിഭാഗമാക്കിയിട്ട് നമുക്ക് തിരിക്കാം അല്ലേ. വിൽ, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ഈ പറയപ്പെടുന്ന ഓക്സിലറി വെർബൊക്കെ മോഡൽ ഓക്സിലറി വെർബ് എന്ന് നമ്മൾ പറയും. ഓക്കെ മൊഡാൽ ഓക്സിലറി വെർബ് എന്ന് നമ്മൾ പറയും. അടുത്തത് ആം, ഈസ്, ആറ്, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ് ഈ പറയുന്ന ഓക്സിലറി വെർബിനെ നമുക്ക് പ്രൈമറി ഓക്സിലറി വെർബ് എന്നും പറയാം. ഓക്കെ മൊഡാൽ ഓക്സിലറി വെർബിന് ശേഷം വെർബിൻ്റെ അതായത് വില്ല്, വുഡ്, ഷാൾ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ് എന്നീ മൊഡാൽ ഓക്സിലറി വെർബിന് ശേഷം എന്താണ് വെർബിന് ശേഷം വെർബിൻ്റെ V1 ഫോം വരണം. എക്സാമ്പിൾ നമുക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ മൊഡാൽ ഓക്സിലറി വെർബിന് ശേഷം വരുന്ന വെർബ് ശരിക്കുള്ള റൂൾ V1 ഫോമാറ്റാണ് വരേണ്ടത്. പക്ഷേ നമുക്ക് തെറ്റിച്ചിട്ട് ചിലപ്പോൾ V3 V2 ഫോമിൽ തന്നാൽ നമ്മളവിടെ മനസ്സിലാക്കണം ഇത് മൊഡാൽ ഓക്സിലറി വെർബാണ്. മൊഡാൽ ഓക്സിലറി വെർബിന് ശേഷം V1 വെർബിൻ്റെ ഫസ്റ്റ് ഫോമേ വരാൻ പാടുള്ളൂ. അതാണ് നിയമം. അത് നമ്മൾ പഠിച്ചു വെക്കണം. ഓക്കെ ഐ ക്യാൻ സിങ് അല്ലേ. ഐ ക്യാൻ എന്ന് പറഞ്ഞത് എന്താണ് മൊഡാൽ ഓക്സിലറി വെർബാണ്. ഓക്കെ അപ്പോൾ അതുകൊണ്ട് സിങ് എന്ന എന്ത് യൂസ് ചെയ്തു V1 ഫോം യൂസ് ചെയ്തു. അടുത്ത് നോക്കൂ ഷീ വിൽ ഗേവ് എ ബുക്ക്. വിൽ എന്ന മൊഡാൽ ഓക്സിലറി വെർബിന് ശേഷം ഗേവ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. V1 ഫോം അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ V1 ഫോമിലാക്കണമെങ്കിൽ എന്ത് കൊടുക്കണം ഗിവ് ആക്കി കൊടുക്കണം. അടുത്തത് വി ഡിസൈഡഡ് ടു വിസിറ്റഡ് ഹിം അല്ലേ. വി ഡിസൈഡഡ് ടു വിസിറ്റഡ് നമ്മൾ മൊഡാൽ ഓക്സിലറി വെർബിന് ശേഷം V1 കൊടുക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതുപോലത്തെ ഒരു മറ്റൊരു കേസാണ് എന്ത് ഒരു സെൻറ്റൻസിൽ ടൂവിന് ശേഷം ഒരിക്കലും വെർബ് ടൂവിന് ശേഷം നമ്മൾ എന്ത് യൂസ് ചെയ്യുള്ളൂ V1 ഫോമാണ് യൂസ് ചെയ്യുക. മൊഡാൽ ഓക്സിലറി വെർബിന് ശേഷവും V1 ഫോമാണ് യൂസ് ചെയ്യുക. സെയിം തന്നെയാണ് എന്ത് സെൻറ്റൻസിൽ ടൂവിന് ശേഷം നമ്മൾ V1 ഫോമാണ് യൂസ് ചെയ്യുക. ഇവിടെ വിസിറ്റഡ് എന്നുള്ള V2 ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ മാറ്റിയിട്ട് വിസിറ്റ് എന്ന V1 ഫോം എഴുതി കൊടുക്കണം. അതാണ് അവിടുത്തെ എഡിറ്റിങ്. ഓക്കെ അടുത്തത് ഒരു എക്സാമ്പിൾ നോക്കൂ വി ആർ ഗോയിങ് ടു ടേക്കൺ എ ബാഗ് അല്ലേ. അപ്പോൾ എന്താ ഗോയിങ് ടു എന്നതിന് ശേഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് വരാൻ പാടുള്ളൂ. അപ്പോൾ ടേക്കൺ എന്ന് മാറ്റിയിട്ട് നമ്മൾ അവിടെ എന്താക്കണം ടേക്ക് എന്ന V1 ഫോമിലേക്ക് വരണം. അതാണ് ആ റൂൾ. ഓക്കെ അടുത്തൊരു റൂൾ നോക്കൂ ഹാസ്, ഹാവ്, ഹാഡ് പ്ലസ് V3 ഫോമാണ് വരാൻ പാടുള്ളൂ. ഹാസിന് ശേഷം V3 വരാൻ പാടൂ, ഹാവിന് ശേഷം V3 വരാൻ പാടൂ, ഹാഡിന് ശേഷവും V3 ഫോമേ വരാൻ പാടുള്ളൂ. ഓക്കെ ഹി ഹാസ് കംപ്ലീറ്റ് ഹിസ് വർക്ക്. ഓക്കെ അപ്പോൾ ഹാസ് എന്ന ഓക്സിലറി വെർബിന് ശേഷം V3 വരാൻ പാടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാസിന് ശേഷം നമുക്ക് എക്സാമ്പിൾ നമുക്ക് തന്നിട്ടുള്ള സെൻറ്റൻസിൽ എന്താണ് ഹാസിന് ശേഷം കംപ്ലീറ്റ് അതായത് വെർബിൻ്റെ ഫസ്റ്റ് ഫോമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം V3യിലേക്ക് കംപ്ലീറ്റിൻ്റെ V3 ഫോമിലേക്ക് കൊണ്ടുവരണം. കംപ്ലീറ്റഡ് V3 ഫോമും V2 ഫോമും കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഹി ഹാസ് കംപ്ലീറ്റഡ് ഹിസ് വർക്ക് എന്നാക്കി കൊടുക്കണം. അതുപോലെ ഹി ഹാസ് ഗോ ടു ഡൽഹി അല്ലേ. ഹി ഹാസ് ഗോ ടു ഡൽഹി ഹാസ് എന്ന ഓക്സിലറി വെർബിന് ശേഷം V1 ഫോമാണ് വന്നിട്ടുള്ളത്. നമുക്ക് ഹാസിന് ശേഷം V3 ആക്കണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹാസ്, ഹാവ്, ഹാഡിന് ശേഷം വെർബിൻ്റെ V3 ഫോം വരണം. അതാണ് റൂൾ. അപ്പോൾ നമ്മൾ ഗോ എന്ന V1 പകരം നമ്മൾ അവിടെ എന്ത് കൊടുക്കണം V3 ഫോമായ ഗോൺ എന്ന് ആക്കി കൊടുക്കണം. ഓക്കെ അതാണ് ആ ഒരു സിറ്റുവേഷൻ. നെക്സ്റ്റ് അടുത്തൊരു എഡിറ്റിംഗിൽ മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള ഒരു കേസാണ് എന്ത് റിലേറ്റീവ് പ്രോനൗൺസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക എന്നുള്ളത്. നമുക്കറിയാം റിലേറ്റീവ് പ്രോനൗൺസ് ഏതൊക്കെയാണെന്നല്ലേ. ഹൂ, ഹും, വിച്ച്, വൈ, വെൻ, വേർ, ഹൂസ്, ദാറ്റ് ഇതൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺസുകൾ. ഓക്കെ അപ്പോൾ ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ് റിലേറ്റ്സ് ടു പീപ്പിൾസിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെൻറ്റൻസ് നമ്മൾ തുടങ്ങുമ്പോൾ ആ സെൻറ്റൻസിൽ മിഡിൽ പോർഷനിലൊക്കെ നമുക്ക് കാണാം ഇതുപോലെയുള്ള റിലേറ്റീവ് പ്രോനൗൺസ്. അപ്പോൾ ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത് പീപ്പിൾസിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സബ്ജക്റ്റ് പൊസിഷനിലായിരിക്കണം എന്ത് പീപ്പിൾസ് വരാം. നോക്കി നോക്കൂ ദ മ്യൂസീഷ്യൻ ഹൂ wrote this song is French. സബ്ജക്റ്റ് പൊസിഷനിലാണ് പീപ്പിളിൻ്റെ പേര് കാണുന്നത്. അതായത് മ്യൂസീഷ്യൻ ആ മ്യൂസീഷ്യൻ ഉണ്ടല്ലോ മ്യൂസീഷ്യൻ ഉണ്ടല്ലോ ഹൂ ആരാണെന്നറിയോ ആൾ മ്യൂസീഷ്യനെ പറ്റിയിട്ട് വീണ്ടും ഒന്നും കൂടെ എന്ത് ചെയ്യാണ് മോർ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് അല്ലെ. മോർ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടി റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് റിലേറ്റീവ് പ്രോനൗൺസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത് ദ മ്യൂസീഷ്യൻ ആ മ്യൂസീഷ്യൻ എന്നോട് എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് ഹൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹൂ യൂസ് ചെയ്തത്. ഹൂ റോട്ട് ദിസ് സോങ് ഈസ് ഫ്രഞ്ച്. ഈ ഫ്രഞ്ച് സോങ് എഴുതിയ ആ മ്യൂസീഷ്യൻ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ ഒന്നും കൂടി എക്സ്ട്രാ ഡീറ്റെയിൽ ആണല്ലോ ആ മ്യൂസീഷ്യൻ എന്താണ് ഫ്രഞ്ച് സോങ് എഴുതിയിട്ടുണ്ട്. എക്സ്ട്രാ ഡീറ്റെയിൽ അവിടെ കിട്ടി. ഹൂ എന്താണ് സബ്ജക്റ്റ് പൊസിഷനിലായിരിക്കണം ആ പീപ്പിൾ വരേണ്ടത്. അതായത് ആ ആളുടെ വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ആളെ പറ്റി പറയുന്നത് ദ മ്യൂസീഷ്യൻ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് സബ്ജക്റ്റ് പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മളിവിടെ ഹൂ എന്ന് ചേർത്തത്. ഇനി ഹും ചേർക്കുന്നത് എന്തിനാണ് റിലേറ്റ് ടു പീപ്പിൾസിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഹും എന്ന പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എങ്ങനെയാണ് പീപ്പിളിൻ്റെ നെയിം ഇവിടെ വരിക ഒബ്ജക്റ്റിൻ്റെ പൊസിഷനിലാണ് വരിക. നോക്കൂ ഐ നോ ദ ബോയ് കണ്ടാ ബോയ് എവിടെ നിൽക്കുന്നത് ഒബ്ജക്റ്റിലാണ് ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഐ നോ ദ ബോയ് എന്താ ഹും അല്ലേ. അത് എനിക്കറിയാം ആ ബോയിനെ എനിക്കറിയാം. ഹും അവരെ പറ്റി പറയണം എക്സ്ട്രാ ഡീറ്റെയിൽ കൊടുക്കണം. എന്താണ് എക്സ്ട്രാ ഡീറ്റെയിൽ ഹും സിറ്റ്സ് നെക്സ്റ്റ് ടു യു അല്ലേ. നെക്സ്റ്റ് ടു യു എന്നാണ് അതിൻ്റെ അടുത്തിരിക്കുന്ന ആ ബോയിനെ എനിക്കറിയാം. അപ്പോൾ എക്സ്ട്രാ എന്താണ് റിലേറ്റ് ടു പീപ്പിൾസിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന രണ്ട് റിലേറ്റീവ് പ്രോനൗൺ ആണ് ഹൂവും ഹുമ്മും. ഓക്കെ അടുത്തത് വിച്ച് റിലേറ്റ് ടു ആനിമൽസ് ആൻഡ് ഒബ്ജക്റ്റ്. ആനിമൽസിനെയോ ഒബ്ജക്റ്റിനെയോ റിലേറ്റ് ചെയ്യാനാണ് വിച്ച് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് ദ കേക്ക് ഇതൊരു കേക്കാണ് അങ്ങനെ പറഞ്ഞു നിർത്താം. പക്ഷേ ഒരു എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കണം. എന്താ വിച്ച് മേരി മെയ്ഡ് ചെയ്ത കേക്കാണിത്. വൈ എന്തിനാണ് റിലേറ്റ് ചെയ്യുന്നത് റീസണെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈ യൂസ് ചെയ്യുന്നത്. വെൻ റെഫേഴ്സ് ടു ടൈം ഒരു ടൈം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെൻ എന്ന പ്രൊപ്പോസിഷൻ എന്നാണ് റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. വേർ യൂസ് ചെയ്യുന്നത് റെഫേഴ്സ് ടു പ്ലേസ് ഒരു പ്ലേസിനെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹൂസ് എന്തിനാണ് റെഫേഴ്സ് ടു പൊസഷൻ ആൾ നിൽക്കുന്ന ഒരു പൊസഷനെ റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹൂസ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് യൂസ് ചെയ്യുന്നത് റിലേറ്റ്സ് ടു പീപ്പിൾ ആനിമൽസ് ആൻഡ് തിങ്സ് പീപ്പിൾസിനെയോ ആനിമൽസിനെയോ എന്തെങ്കിലും വസ്തുക്കളെയൊക്കെ റിലേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ദാറ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമൺലി
ഈ റിലേറ്റീവ് പ്രോനൗൺസ് ഒക്കെ ഒരു എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കാൻ, അല്ലെങ്കിൽ പീപ്പിൾസിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, റീസൺ, ടൈം, പ്ലേസ്, പൊസിഷൻ, ഇങ്ങനെയുള്ള തിങ്സ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അവരുടെ ഒന്നുകൂടെ എന്താണ് എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സെൻറ്റൻസിൻ്റെ മിഡിലൊക്കെ ആയിട്ട് നമ്മൾ റിലേറ്റീവ് പ്രോനൗൺസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കൂ. ദ ബോയ് ഹൂ വൺ ഗോൾഡ് മെഡൽ ഈസ് മൈ ബ്രദർ. ആണോ, ദ ബോയ്, ആ ബോയ് ഉണ്ടല്ലോ, ഹൂ അല്ലേ, ഹൂ, അവൻ എന്താണ്, ആരാണ്, കൂടെ എക്സ്ട്രാ ഡീറ്റെയിൽ കൊടുക്കുകയാണ്. വൺ ഗോൾഡ് മെഡൽ ഈസ് മൈ ബ്രദർ, ആ ഗോൾഡ് മെഡൽ ജേതാവായിട്ടുള്ള എൻ്റെ ബ്രദർ, അതാണ് ആ ബോയ് അല്ലേ, അവനാണ്. അപ്പോൾ ബോയിനെ പറ്റി ഒന്നുകൂടെ എന്താണ് എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആ കുട്ടിക്ക് എന്താണ് ഗോൾഡ് മെഡൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ഹൂ എന്ന റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. ദ ഓൾഡ് മാൻ ദാറ്റ് കം യെസ്റ്റർഡേ അല്ലേ, ഇവിടെ എന്താണ് മിസ്റ്റേക്ക് ആണ് തന്നിട്ടുള്ളത് അല്ലേ. ഓൾഡ് മാൻ സബ്ജക്റ്റ് പൊസിഷനിൽ ഓൾഡ് മാൻ എന്ന് പറഞ്ഞ പീപ്പിളിൻ്റെ പേരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ഈ ഓൾഡ് മാനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, എന്താണ് ഹൂ ആണ് നമ്മൾ യൂസ് ചെയ്യുക അല്ലേ. ദ ഓൾഡ് മാൻ ഹൂ കം യെസ്റ്റർഡേ. അടുത്ത് നോക്കൂ. ദ കാർ ഹൂ ഐ ബോട്ട് ലാസ്റ്റ് വീക്ക് ഈസ് വെരി കോസ്റ്റ്ലി. ഇവിടെ കാർ എന്ന് പറയുന്നത് ഒരു സാധനമാണല്ലേ, അപ്പോൾ അവിടെ നമ്മൾ എന്താണ് ദാറ്റ് ആണ് യൂസ് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ദാറ്റ് ഓർ വിച്ച് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ ദ ടീച്ചർ വെൻ സ്കോൾഡഡ് മീ അല്ലേ. ടീച്ചർ എന്നുള്ളത് ടീച്ചറിൻ്റെ ഒരു എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടി അപ്പോൾ നമ്മളിവിടെ വെൻ അല്ല യൂസ് ചെയ്യാം, എന്താണ് ഹൂ ആണ് യൂസ് ചെയ്യേണ്ടത്. എന്നെ ചീത്ത പറഞ്ഞ ആ ടീച്ചർ ഉണ്ടല്ലോ, അപ്പോൾ എന്താണ് നമ്മളിവിടെ യൂസ് ചെയ്യുക, ദ ടീച്ചർ ഹൂ സ്കോൾഡഡ് മീ. ഓക്കെ, പിന്നെ പ്രിപ്പോസിഷൻ ഓഫ് ടൈം, ഒരു ടൈമിൻ്റെ മുന്നേ നമ്മൾ ഏതൊക്കെ പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, അതിനൊക്കെ ഈ ടൈംസിലേക്ക് മുന്നേ നമ്മൾ ഇൻ ആണ് യൂസ് ചെയ്യുക. പക്ഷേ നൈറ്റിൻ്റെ മുന്നേ നമ്മൾ അറ്റ് എന്ന പ്രപ്പോസിഷനാണ് യൂസ് ചെയ്യുക. ഓക്കെ, മോർണിംഗ്, ആഫ്റ്റർനൂൺ, ഈവനിങ്, ഇൻ ദ മോർണിംഗ്, ഇൻ ദ ആഫ്റ്റർനൂൺ, ഇൻ ദ ഈവനിങ്. നൈറ്റിൻ്റെ മുന്നേ നമ്മൾ അറ്റ് നൈറ്റ് എന്ന് പറയും. ഓക്കെ, ദെൻ ഏതെങ്കിലും സ്പെസിഫിക് ഫെബ്രുവരി അതായത് മന്തിൻ്റെ നെയിമിൻ്റെ മുന്നേ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇയറിന് മുന്നേ നമ്മൾ ഇന്നാണ് യൂസ് ചെയ്യുക. സീസൺസിൻ്റെ മുന്നേ ഓട്ടം സീസൺ, സമ്മർ സീസൺ, വിൻ്റർ സീസൺ, അതിന് മുന്നേ നമ്മൾ ഇൻ എന്നാണ് യൂസ് ചെയ്യുക. ഓൺ എന്ന് പറയുമ്പോൾ ഓൺ സൺഡേ, ഒരു സ്പെസിഫിക് ഡേയുടെ മുന്നേ സൺഡേ, അതുപോലെ ഒരു പാർട്ട് ഓഫ് ഡേ, അല്ലെങ്കിൽ അതായത് ഓൺ മൺഡേ മോർണിംഗ് അല്ലേ, മൺഡേയുടെ ഒരു പാർട്ടാണത് മോർണിംഗ്, അല്ലെങ്കിൽ ഓൺ സൺഡേ നൈറ്റ്, അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ പാർട്ട് ഓഫ് ടൈം പറയാൻ നമ്മൾ ഓണാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അടുത്തത് നൈറ്റിന് മുന്നേ നമ്മൾ അറ്റ് യൂസ് ചെയ്യണം. അറ്റ് നൈറ്റ് ഒരു ടൈം പറയാൻ അറ്റ് 10 o'clock, അറ്റ് 9:30 അങ്ങനെ. ഓക്കെ, പിന്നെ അറ്റ് മിഡ് നൈറ്റ്, അറ്റ് ബെഡ് ടൈം, അറ്റ് സൺസെറ്റ്, അറ്റ് സൺറൈസ്. ഓക്കെ, ലെറ്റ്സ് ഏൺ സം മാർക്സ് അല്ലേ. കുറച്ച് മാർക്ക് ഏൺ ചെയ്യാൻ നോക്കിയാലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാം. ദർ ആർ എ ഫ്യൂ എറേഴ്സ് ഇൻ ദ പാസേജ് ഗിവൻ ബിലോ അല്ലേ. താഴെ തന്നിട്ടുള്ള കുറച്ച് എറേഴ്സ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, എഡിറ്റ് ദം അല്ലേ, എഡിറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യണം. 4 മാർക്കാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ അഡിച്ചി ഹാഡ് നെവർ ബീയിങ്, അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക് അണ്ടർലൈൻ തന്നിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ അണ്ടർലൈൻ ആക്കി തരും, അല്ലെങ്കിൽ കുറച്ചുകൂടി ബോൾഡ് ആക്കിയിട്ട് തരും. അഡിച്ചി ഹാഡ് നെവർ ബീയിങ് ഔട്ട്സൈഡ് നൈജീരിയ. മനസ്സിലാക്കുക, ഹാഡ് ഹാസിൻ്റെ കൂടെ നമ്മൾ ബീയിങ് അല്ല യൂസ് ചെയ്യുക, ബീൻ ആണ് യൂസ് ചെയ്യുക. ഹാഡ് ബീൻ, ഹാസ് ബീൻ എന്ന് പറയുമ്പോൾ ഹാഡ് നെവർ ബീൻ എന്ന് എഴുതിയാൽ ഫസ്റ്റ് ഒരു മാർക്കും കൂടെ കിട്ടും. നെക്സ്റ്റ്, ഷീ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് അറ്റ് ദ ഏജ് ഓഫ് 7. ഹെർ മദർ വാസ് ഒബ്ലിഗേറ്റഡ് അല്ലെ. ഒബ്ലിഗേറ്റഡ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എന്താണ് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. TI അല്ല ഇവിടെ വേണ്ടത്, ഇ ആണ്. ഒരു ചെറിയൊരു ഭാഗം കറക്റ്റ് ചെയ്താൽ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ. യെസ്, അപ്പോൾ അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ടു റീഡ് മോസ്റ്റ് ഓഫ് ഹെർ സ്റ്റോറീസ് വേർ കണ്ടൈൻഡ് ക്യാരക്ടേഴ്സ് അല്ലേ. എന്താണ് ടു റീഡ് മോസ്റ്റ് ഓഫ് ഹെർ സ്റ്റോറി. മക്കളെ, ഇവിടെ ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ് വന്നിട്ടുള്ളത് അല്ലേ. WHERE എന്നുള്ളതാണ് റിലേറ്റീവ് പ്രോനൗൺ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ അതിന് തൊട്ട് മുന്നേ സ്റ്റോറി അല്ലേ, സ്റ്റോറിന് ഒരു എക്സ്ട്രാ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ഇവിടെ ഈ വേർ എന്ന റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം വേർ ഒരു സ്റ്റോറിനെ നമുക്കൊരു വസ്തുവായിട്ട് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഒരു വസ്തുവിനെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്നല്ലെങ്കിൽ വിച്ച് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ വിച്ച് ഓർ ദാറ്റ് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വേർ അല്ല വേണ്ടത്. വേർ എന്ന് പറയുമ്പോൾ ഒരു പ്ലേസിനെ എന്താണ് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വേർ എന്ന റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യേണ്ടത്, വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ഏതെങ്കിലും യൂസ് ചെയ്യാം. ഓക്കെ, കണ്ടെയ്ൻ ക്യാരക്ടേഴ്സ് ദാറ്റ് വാസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സിംഗുലർ നൗണിൻ്റെ കൂടെയാണ് വാസ് എന്ന ഓക്സിലറി വെർബ് യൂസ് ചെയ്യുക. ഇവിടെ എന്താണ് ക്യാരക്ടേഴ്സ് അല്ലേ, യെസ് കൂടുതലുണ്ട്. അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാം, ഇത് പ്ലൂരൽ നൗൺ ആണ്. സോ ദാറ്റ്സ് വൈ ഇവിടെ വാസ് അല്ല യൂസ് ചെയ്യേണ്ടത്, വേർ ആണ്. പ്ലൂരൽ നൗണിൻ്റെ കൂടെ വേർ എന്ന വാസിന് പകരം നമ്മൾ വേർ ആണ് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ അല്ല, കുറച്ചുകൂടി എഡിറ്റിംഗ് വരാൻ സാധ്യതയുള്ള കുറച്ച് സിറ്റുവേഷൻസ് കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. എന്തൊക്കെയാണ്, ക്യാപിറ്റൽ ലെറ്ററിൽ നമുക്ക് ചേഞ്ച് വരും. ഒരു എക്സാമ്പിൾ നോക്കി നോക്കും. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്യൂരൽ അല്ലേ. ഇവിടെ എന്താണ് മിസ്റ്റേക്ക് തന്നിട്ടുണ്ട്, അണ്ടർലൈൻ ആയിട്ട് തന്നിട്ടുണ്ട്. എന്തായിരിക്കും ഇവിടുത്തെ മിസ്റ്റേക്ക്, സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ക്യാപ്സ് ലോക്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം അല്ലേ. ഇവിടെ സ്മോൾ ലെറ്ററാണ് തന്നിട്ടുള്ളത്, ഇവിടെ എന്ത് ചെയ്യണം, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം എന്നുള്ളതാണ് അവിടുത്തെ എന്ത് മിസ്റ്റേക്ക്. അടുത്ത് നോക്കൂ. ഇറ്റ് വാസ് എ ഹോട്ട് സമ്മർ നൈറ്റ് അബൌട്ട് 10 o'clock. എന്താണ് ഇവിടെയും സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാപ്സ് ലോക്ക് കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം. ഓക്കെ, അടുത്തത് ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ. ഇവിടെ ക്യാപ്സ് ലോക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് പ്ലേസ് നെയിമിൻ്റെ മുന്നേ, കൺട്രി നെയിമിൻ്റെ മുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നെയിം, പ്ലേസ് നെയിം അല്ലെങ്കിൽ ആളുടെ നെയിമൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്താണ് ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യണം. ഓക്കെ, ഇവിടെ സ്മോൾ ലെറ്ററാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് മിസ് പറയാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ തൊട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് എഡിറ്റിംഗിൽ യൂസ്ഫുൾ ആവും. ഓക്കെ, സോറി. അടുത്തത്, വെൻ ഐ ഡിഡ് നോട്ട് ഫീൽ ലൈക്ക് റീഡിങ് ഐ കുഡ് ലുക്ക് ഡൗൺ ത്രൂ ദ ബനിയൻ ലീവ്സ് അറ്റ് ദ വേൾഡ് ബിലോ. എന്താണ് ഇവിടെ ഐ എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു പ്രോനൗൺ ആണ്, ഒരു എന്താണ് നൗൺ ആണ് അല്ലെ, പ്രോനൗൺ
ആണല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഇവിടെ ഈ ഐ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നൗണ് മീൻ ചെയ്യാൻ വേണ്ടിയിട്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്മോൾ ലെറ്ററിൽ എഴുതരുത്, ഐ എന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതണം. ദെൻ ഐ ഡിഡ് നോട്ട് ഫീൽ, അല്ലേ, എനിക്ക് എന്ത് ചെയ്യാം, എന്താണ്, എനിക്ക് ഫീലിംഗ് കിട്ടുന്നില്ല എന്നുള്ള അർത്ഥത്തിൽ, അല്ലേ. അപ്പോൾ നമ്മളൊരു ഐ എന്ന്, എനിക്ക്, ഞാൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ ഐ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ക്യാപ്സ് ലോക്ക് കൊടുക്കണം, ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുക്കണം, സ്മോൾ ലെറ്റർ കൊടുക്കരുത്. ഓക്കെ, അടുത്ത സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ തന്നിട്ടുള്ളത് റെസ്റ്റോറൻറ്റ്, അല്ലേ, മിസ്റ്റേക്ക് ഉണ്ട്, അല്ലേ. എന്താണ് ശരിക്കും അവിടെ എങ്ങനെയാണ് വരിക, വെറും ഒരു സ്പെല്ലിങ്ങിൻ്റെ മിസ്റ്റേക്കേ ഉള്ളൂ കേട്ടോ. ഈ എന്നുള്ളത് എഴുതേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ അവിടെ നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് ഒരു മാർക്ക് എന്ത് ചെയ്യാം, ഏൺ ചെയ്യാൻ പറ്റും. അടുത്ത് നോക്കൂ, അഗ്രസീവ്, അല്ലേ. അഗ്രസീവാണ്, രണ്ട് ജി ഇവിടെ നമ്മൾ പറയുമ്പോൾ ഒരു കട്ടിയില്ല, പക്ഷേ ഇവിടെ അഗ്രസീവ് ജി അവിടെ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ ഒരു ജി കൂടി കൊടുത്ത് നമുക്ക് അവിടെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് അവിടെ ഒരു മാർക്ക് ഏൺ ചെയ്യാൻ പറ്റും. അടുത്തത് എയും എനും നമ്മൾ പഠിച്ചു, അല്ലേ. എന്താണ് ഏപ്രിൽ എന്ന് പറയുമ്പോൾ എ എന്ന് പറയുന്നത് എന്താണ്, വവൽ സൗണ്ടാണ്. വവൽ സൗണ്ടിന് മുന്നേ എൻ എന്ന ആർട്ടിക്കിളാണ് യൂസ് ചെയ്യേണ്ടത്. അടുത്തത് എൻ ഗ്രേറ്റ്, ജി എന്ന് പറയുന്നത് ഒരു കോൺസണൻറ്റ് സൗണ്ടാണ്. സോ കോൺസണൻറ്റ് സൗണ്ടിന് മുന്നേ എ ആണ് യൂസ് ചെയ്യേണ്ടത്, എന് തെറ്റാണ്. അടുത്തത് ഇമ്പോർട്ടൻറ്റ്, ഇ ഒരു വവൽ സൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്, ഇ, അല്ലേ. ഈ എന്ന് പറയുന്നത് വവൽ സൗണ്ടാണ്. അതിന് മുന്നേ നമ്മൾ എനാണ് യൂസ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള മിസ്റ്റേക്സ് നമുക്ക് കാണാം. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കൂ. നമ്മുടെ വാങ്കയുടെ ചാപ്റ്ററിലുള്ള ഒരു ചെറിയൊരു ഭാഗം. വാങ്ക ഈസ് എ അൺഹാപ്പി ഓഫൻ. ഓക്കെ, വാങ്ക ഈസ് എൻ അൺഹാപ്പി ഓഫൻ ഹൂ ഹാവ് ബീൻ, അല്ലേ. ഹൂ ഹാവ് ബീൻ, ഇവിടെ ഹാവ് ആണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. നമുക്കറിയാം, ഫസ്റ്റ് നമ്മൾ നോക്കണം, എന്ത് നോക്കണം, അതായത് ഓക്കെ, സെൻറ്റൻസ് ഏത് ടെൻസിലാണ് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. എന്ത് സെൻറ്റൻസ്, ഫസ്റ്റ് നമുക്കറിയാം ഒരു പാസേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ ഒരു പാസേജ് കിട്ടിയാൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്, സെൻറ്റൻസ് ഏത് ടെൻസിലാണെന്ന് നോക്കണം. നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈസ് എന്ന ഓക്സിലറി വെർബ് വന്നതുകൊണ്ട് നമുക്കറിയാം എന്താണ്, അതൊരു പ്രസൻറ്റ് ടെൻസ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ഒരു എഡിറ്റിംഗ് ചെയ്യാനുള്ളത് ഹാവ് ബീൻ ആണ്. ഇവിടെ വാങ്ക എന്നുള്ളതൊരു സിംഗുലർ നൗണാണ്, അല്ലേ. സിംഗുലർ നൗണാണ്. സിംഗുലർ നൗണിൻ്റെ കൂടെ ഹാസ് പോകും, പക്ഷേ ഹാവ് പോകില്ല. ഹാവ് പ്ലൂരൽ നൗണിൻ്റെ കൂടെയാണ് പോകും. അപ്പോൾ ഹാവിന് പകരം നമ്മളിവിടെ എന്താ കൊടുക്കേണ്ടത്, ഹാസ് ആണ് എഡിറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ഹാസ്. ഓക്കെ, അടുത്തത്, അപ്പോൾ അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. ദെൻ ഓൺ ക്രിസ്മസ് ഈവ്, അല്ലേ. ക്രിസ്മസ് ഈവനിങ് എന്നുള്ളതാണ് ഒരു ടൈമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അടുത്തതൊരു റിലേറ്റീവ് പ്രോനൗൺ, വേർ എന്ന റിലേറ്റീവ് പ്രോനൗണാണ് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ മിസ്റ്റേക്കായിട്ട് തന്നിട്ടുള്ളത്. വേർ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർ എന്ന പ്രോനൗൺ യൂസ് ചെയ്യുക, റിലേറ്റീവ് പ്രോനൗൺ യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ ഒരു ടൈമാണ്, ക്രിസ്മസ് ഈവനിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ടൈമാണ്. ടൈം ആകുമ്പോൾ നമ്മൾ അവിടെ എന്ത് റിലേറ്റീവ് പ്രോനൗണോ യൂസ് ചെയ്യുക, വെൻ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അതാണ് അവിടുത്തെ മിസ്റ്റേക്ക്. അടുത്തത് നോക്കൂ, വാങ്ക സിറ്റ്സ് ഡൗൺ ടു റൈറ്റിംഗ് എ ലെറ്റർ, അല്ലേ. റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇവിടെ ING ഫോമാണ് തന്നിട്ടുള്ളത്. നമ്മൾ പഠിച്ചു, നമ്മൾ ആദ്യം കണ്ടെത്തിയിട്ടുണ്ട് ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ഇവിടെ ഒരു V1 ഫോമാണ്, വെർബിൻ്റെ V1 ഫോമാണ് കൊടുക്കേണ്ടത്. എന്താ കൊടുക്കുക, റൈറ്റ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അതാണ് ഇവിടുത്തെ മിസ്റ്റേക്ക്. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ എന്തായി, നമുക്ക് അവിടുത്തെ ആൻസറായി. ഓക്കെ, അപ്പോൾ ഇനി താഴെ 2-3 എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾ സ്വയമേ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സൊക്കെ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ബൈ.